വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 6th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്ററിൽ വന്നിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ട് 3 ആണ് അതിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കൺട്രീനെ പറ്റിയിട്ട് ചെറിയൊരു വിവരണം തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഓങ് തോയ്നൈറ്റ്, ഫ്രാൻസിൽ നിന്ന് വന്ന ഓങ് തോയ്നൈറ്റിൻ്റെ വിവരണമാണ്. ഫ്രാൻസിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു കൊള്ളുക. ഞാനിപ്പോൾ ആൻസർ മാത്രം പറഞ്ഞുതരാം. ഓക്കെ, ഇതാ നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഓങ് തോയ്നൈറ്റ്. ഐ ആം ഫ്രം ഫ്രാൻസ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് പാരീസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഓങ് തോയ്നൈറ്റ്. ഞാൻ ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. അതൊരു വളരെ നല്ല കൺട്രിയാണ്, വളരെ നല്ല രാജ്യമാണ്. അതിൻ്റെ ക്യാപിറ്റൽ പാരീസാണ്. അതിൻ്റെ തലസ്ഥാനം പാരീസാണ്. ദ ഫ്ലാഗ് ഈസ് റിയലി കൂൾ വിത്ത് 3 കളേഴ്സ്. ദ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ 3 കളേഴ്സിലാണ് വരുന്നത്. വളരെ അടിപൊളിയാണ് എന്ന് പറയാണ്. ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. റെഡും ബ്ലൂവും വൈറ്റും, അതായത് ബ്ലൂവും റെഡും, നീലയും വെള്ളയും ചുമപ്പും, അതാണ് അതിൻ്റെ കളറുകൾ വന്നിട്ടുള്ളത്. മോസ്റ്റ് പീപ്പിൾ ഇൻ ഫ്രാൻസ് സ്പീക്ക് ഫ്രഞ്ച്. ഫ്രാൻസിലുള്ള ഒരു ഒട്ടുമിക്ക ആളുകളും ഫ്രഞ്ചാണ് സംസാരിക്കുന്നത് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഓക്കെ, അപ്പം നോക്കാം. വൈറ്റും റെഡും ബ്ലൂവും, അതാണ് തലതിരിഞ്ഞു പോയി, സോറി, ബ്ലൂവും വൈറ്റും റെഡും, അതാണ് അവിടുത്തെ ഫ്ലാഗിൻ്റെ കളർ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. മോസ്റ്റ് പീപ്പിൾ ഇൻ ഫ്രാൻസ് സ്പീക്ക് ഫ്രഞ്ച്. ഫ്രാൻസിലുള്ള ഒരുപാട് ആളുകളും ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. ഫ്രഞ്ചിനെ പറ്റിയല്ല, ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. വി മേക്ക് സം ഓഫ് ദ ബെസ്റ്റ് ഫുഡ് എവർ ലൈക്ക് ക്രോയ്സൻസ്, ബഗറ്റീസ് ആൻഡ് മാക്രോൺസ്. നമ്മൾ കുറേ അവിടെ ഫ്രഞ്ചിലുള്ള കുറേ ഫുഡുകളൊക്കെ ഉണ്ടാക്കും. ക്രോയ്സൻസ്, ബഗറ്റീസ്, അതുപോലെ തന്നെ മാക്രോൺസ്. ഈ മാക്രോൺസ് എന്ന് വെച്ചാൽ പാസ്ത പോലെ ഇരിക്കുന്നത്. പിന്നെ ക്രോയ്സൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബണ്ണുണ്ടാവും. ആ ബണ്ണിൻ്റെ ഉള്ളിൽ ന്യൂട്ടല കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് ക്രോയ്സൻസ് എന്ന് പറയുന്നത്. ഇവിടെ ചീപ്പായിട്ട് 10 രൂപയ്ക്ക് ട്രീറ്റ് എന്ന് പറയുന്നൊരു സാധനം കിട്ടും. അതിന് നമ്മൾക്ക് ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ട്രീറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് 10 രൂപയ്ക്ക് കിട്ടുന്നത്. അത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ, ഇതുവരെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. ഫ്രാൻസ് ഈസ് ഓൾസോ ഹോം ടു അമേസിംഗ് പ്ലേസസ് ലൈക്ക് ഈഫിൽ ടവർ, ദ ലൂവർ മ്യൂസിയം ആൻഡ് ബീച്ചസ് ഓഫ് ദ ഫ്രഞ്ച് റിവേരിയ. ഫ്രാൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, പോകാൻ പറ്റിയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എവിടേക്കാണ്? ഈഫിൽ ടവർ, അതുപോലെ തന്നെ ലൂവർ മ്യൂസിയം, ബീച്ച്, ഫ്രഞ്ച് റിവേരിയയിലുള്ള കുറേ ബീച്ചുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇഫ് യു വിസിറ്റ് ഫ്രാൻസ് യു മൈറ്റ് ഈവൻ സ്പോട്ട് ആനിമൽസ് ലൈക്ക് ദ ഫ്രഞ്ച് ബുൾഡോഗ് ആൻഡ് വൈൽഡ് ബോർ. നിങ്ങൾ അഥവാ ഫ്രാൻസിൽ പോവുകയാണ്, ഫ്രാൻസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും ഫ്രഞ്ച് ബുൾഡോഗിനെയും അതുപോലെ തന്നെ വൈൽഡ് ബോറിനെയും കാണണം എന്ന് പറയുകയാണത്. ഫ്രഞ്ചിലുള്ള 2 ആനിമൽസിൻ്റെ പേരാണ് ഈ വൈൽഡ് ബോറും അതുപോലെ തന്നെ ഫ്രഞ്ച് ബുൾഡോഗും എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ദ വെദർ ഈസ് നൈസ് ടു. അവിടെ ഉള്ള ഒരു കാലാവസ്ഥയും വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതാ നോക്കിക്കോ. അതുപോലെ തന്നെ വി ലവ് ടു സെലിബ്രേറ്റ് ഹോളിഡേയ്സ് ലൈക്ക് ബെസ്റ്റിൽ ഡേ, ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ. നമ്മൾ ഫ്രഞ്ചിൽ ആഘോഷിക്കുന്ന ആഘോഷങ്ങളാണ് പറയുന്നത്. ബെസ്റ്റിൽ ഡേ അതെന്താണെന്ന് എനിക്കറിയില്ല. ക്രിസ്മസും ഈസ്റ്റർ നിങ്ങൾക്കറിയാമല്ലോ. ഈസ്റ്ററൊക്കെ ഒന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്രിസ്മസും ഈസ്റ്ററും ബെസ്റ്റിൽ ഡേ എന്ന് പറയുന്ന ഏതോ ഒരു ഡേയുമാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കുഞ്ഞു ചുരിദാറിൻ്റെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കാം നമുക്ക്. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം കുഞ്ഞു ചുരിദാർ. ഐ ആം ഫ്രം ഇന്ത്യ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് കുഞ്ഞിച്ചിരുത. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. അത് വളരെ മനോഹരമായൊരു രാജ്യമാണ്. നമുക്കറിയാമല്ലോ, വളരെ മനോഹരമായൊരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് ന്യൂഡൽഹി. അതിൻ്റെ ക്യാപിറ്റൽ ന്യൂഡൽഹിയാണ്. ഇതിനെപ്പറ്റി വലുതായിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ദ ഫ്ലാഗ് ഈസ് ബ്യൂട്ടിഫുൾ വിത്ത് 3 കളേഴ്സ്. ഇതിലും 3 കളേഴ്സ് തന്നെയാണ്, വളരെ ഭംഗിയുള്ള 3 കളറുകൾ. ഓറഞ്ച്, വൈറ്റ് ആൻഡ് ഗ്രീൻ. ഓറഞ്ചും വൈറ്റും ഗ്രീനും. അതുപോലെ തന്നെ ഇൻ അവർ കൺട്രി പീപ്പിൾ സ്പീക്ക് മെനി ലാംഗ്വേജസ്. എന്താണ്?
നമ്മുടെ കൺട്രിയിൽ, നമ്മുടെ രാജ്യത്തിൽ മെയിനായിട്ടും ഒരുപാട് ഭാഷകൾ ആളുകൾ സംസാരിക്കും. അങ്ങനെ ഒരു ഭാഷയെന്നില്ല, പല ഭാഷകളും സംസാരിക്കും. അവർ നാഷണൽ ലാംഗ്വേജ് വാസ് ഹിന്ദി. നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. കൂടുതൽ സ്ഥലങ്ങളിലും ഹിന്ദിയാണ് സംസാരിക്കുന്നത്. പക്ഷേ കേരളം അങ്ങനെയുള്ള ആ ഒരു പ്രദേശങ്ങളിലോട്ട് വരുമ്പോൾ, അവിടെ കേരളത്തോട്ട് വരുമ്പോൾ മലയാളം, തമിഴ്നാട് തമിഴ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. പഞ്ചാബ്, ഹരിയാന ഇതൊക്കെ ഹിന്ദിയാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പിന്നീട് എന്താണ് അവർ മെയിൻ ഫുഡ്സ് വെയർ റൈസ്, വീറ്റ് ആൻഡ് കോൺ. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്, അറിയാം, ചോറ്, ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം, അരി കൊണ്ടുള്ള ഭക്ഷണം, കോൺ ചോളം അറിയാമല്ലോ, ചോളം പുട്ട്, ചോളം വെച്ചിട്ട് പല സാധനങ്ങളും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ചോളം പുട്ട്, ചോളം വെച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കും. ചോളം വെച്ച് ഉപ്പുമാവ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അങ്ങനെ ചോളം, അതുപോലെ തന്നെ ഗോതമ്പ് മാവ്, അരി, ഇതാണ് നമ്മുടെ മെയിൻ ആഹാരം. വി മേക്ക് ഡെലീഷ്യസ് ഡിഷസ് യൂസിങ് ദിസ്. നമ്മളവിടെ വളരെ ടേസ്റ്റുള്ള ഡിഷുകൾ ഉണ്ടാക്കും. വീട്ടിൽ വെച്ചിട്ട് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാം, പൂരി ഉണ്ടാക്കാം, ഇങ്ങനെ പല പല സാധനങ്ങളും ഉണ്ടാക്കാം. ഇഫ് യു വിസിറ്റ് ഇന്ത്യ യു മസ്റ്റ് സീ ദ താജ്മഹൽ. നിങ്ങൾ ഇന്ത്യ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താജ്മഹൽ കണ്ടിരിക്കണം. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഇൻ ദ വേൾഡ്. 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മെനി അതർ പ്ലേസസ് ലൈക്ക് സ്റ്റാച്യു ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ. അങ്ങനെ ഓക്കെ, ഒരുപാട് സ്റ്റാച്യൂസ്, അത് മാത്രമല്ല ഒരുപാട് സ്റ്റാച്യൂസും ഒക്കെ ഉണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരുപാട് സ്റ്റാച്യൂസ്, ഒരുപാടല്ല, സ്റ്റാച്യു ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, മ്യൂസിയമുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ അവർ നാഷണൽ ആനിമൽ ഈസ് ടൈഗർ. ഓക്കെ, നമ്മുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഇത് കടുവയാണ്, കടുവ. വി സെലിബ്രേറ്റ് ഓണം, വിഷു, ദീപാവലി, പൊങ്കാൽ, ഹോളി എക്സെട്ര. എന്താണ് നമ്മൾ മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓണം, വിഷു, ദീപാവലി, പൊങ്കാല എന്ന് പറയും. പൊങ്കാൽ മീൻസ് ആറ്റുകാൽ പൊങ്കാൽ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഹോളി, കളർപ്പൊടി എറിഞ്ഞ് കളിക്കുന്ന ഹോളി എക്സെട്ര. എന്താണ് നമ്മളിതൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐ ലവ് മൈ കൺട്രി. എനിക്ക് എൻ്റെ കൺട്രിയെ വളരെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.